തണുപ്പുകാലത്തിന് ഏറ്റവും അനുയോജ്യവും ആരോഗ്യപ്രദവുമായ ഒരു വിഭവമാണ് പോത്തിൻകാൽ സൂപ്പ്. ഇതിലുള്ള കോളജൻ അസ്ഥികൾക്ക് ശക്തി നൽകും. കൂടെ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലുള്ള ധാതുക്കൾ ശരീരത്തിന് സമ്പൂർണ്ണ ആരോഗ്യവും നൽകും. തണുപ്പിൽ ശരീരത്തെ ചൂടാക്കുകയും ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഈ രുചികരമായ സൂപ്പ് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. ഇന്ന് നമ്മൾ ഈ സൂപ്പ് റെഡിയാക്കാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. ഇതിനായി 4 പോത്തിൻ്റെ കാലുകൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. ഇതിനെ ഒരു കുക്കറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഷാജീരകം, സ്റ്റാർ പൂവ് 1, 6 ഏലക്ക, 2-3 കഷ്ണം പട്ട, 3 ഉണക്കമുളക് ഇതുപോലെ പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 വലിയ ഏലക്ക, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 1 കിലോ വല്യുള്ളിയാണ്. അതുപോലെ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ്. രുചിക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ എല്ലുകളൊക്കെ മുങ്ങിക്കിടക്കുന്നത് വരെ നമുക്ക് വെള്ളം ഒഴിക്കണം. ഇനി ഒരു 20 വിസിലാവുന്നത് വരെ എല്ലിനെ നല്ലതുപോലെ കുക്ക് ചെയ്യാം. ഇത് കണ്ടോ, നല്ല രുചികരമായ പോത്തിൻകാൽ സൂപ്പ് റെഡിയായിട്ടുണ്ട്. ഈ സൂപ്പിൻ്റെ രുചി ഒന്നും കൂടി കൂട്ടാനായി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കിലോ പോത്തിൻ്റെ ഇറച്ചിയാണ്. ഇനി ഞാൻ സൂപ്പിനെയും പോത്തിൻ്റെ കാലിനെയും വേർപെടുത്തിയിട്ട് സൂപ്പിലേക്ക് ഒരു 1/2 കിലോ പോത്തിൻ്റെ ഇറച്ചി ചേർത്തിട്ട് 2 വിസിലാവുന്നത് വരെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. സൂപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എല്ലുകളെയും മിക്സ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, നല്ല രുചികരമായ പോത്തിൻകാൽ സൂപ്പ് റെഡിയായിട്ടുണ്ട്. ഈ സൂപ്പ് പൊതുവെ രാത്രിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറ്. ഈ രാത്രി എല്ലാം കിടന്നിങ്ങനെ വെന്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും ഈ സൂപ്പ് റെഡിയായിട്ടുണ്ടാവും. ഈ സൂപ്പ് ചൂടോടെ ചപ്പാത്തിയുടെ ഒപ്പം ഇല്ലെങ്കിൽ പൊറോട്ടയുടെ ഒപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ രുചികരമായ പോത്തിൻകാൽ സൂപ്പിലേക്ക് നാരങ്ങ നീരും കൊത്തമല്ലിയും ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളും ഇതുപോലെ പോത്തിൻകാൽ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.